അഹമ്മദാബാദ് വിമാന അപകടത്തെ പറ്റിയുള്ള അന്വേഷണത്തിൽ നിർണായക ചുവടുവയ്പ്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വീണ്ടെടുത്തു. അപകട കാരണം കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, എന്തായാലും വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അതുപോലെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വീണ്ടെടുത്തിരിക്കുന്നു. അപകട കാരണത്തിലേക്ക് വെളിച്ചം വീശുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇതിൽ നിന്നും വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, അതിൻ്റെ കാരണമെന്ത് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് നേരത്തെ വീണ്ടെടുത്തിരുന്നു. ഇതാ ഇപ്പോൾ ഏറ്റവും ഈ അന്വേഷണത്തിൽ ഏറ്റവും പുതിയ ചുവടുവയ്പ് ഉണ്ടായിരിക്കുന്നു. അതായത് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇവ ഡൗൺലോഡ് ചെയ്ത് ഇത് വിശദമായ പരിശോധനകളും ഇതോടൊപ്പം തന്നെ ആരംഭിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അപകട കാരണം എന്താണെന്ന് ഇവ രണ്ടും പരിശോധിച്ചാൽ വ്യക്തമാവുകയും ചെയ്യും. നേരത്തെ അത് ഹ്യൂമൻ എറർ ആണെന്നും അതല്ല ടെക്നിക്കൽ ഫോൾട്ടാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങൾ വന്നിരുന്നു. പക്ഷേ എയർ ഇന്ത്യ തന്നെ അത് തള്ളി. ഇത് ടെക്നിക്കൽ എററോ അല്ലെങ്കിൽ ഹ്യൂമൻ എററോ അല്ല എന്നൊരു വിശദീകരണവുമായി അവരും രംഗത്ത് വന്നതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ബ്ലാക്ക് ബോക്സിനുള്ളിൽ നിന്നും ഇവ വീണ്ടെടുത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നതോടെ യഥാർത്ഥ അപകട കാരണം എന്താണ് എന്ന് മനസ്സിലാകും. അതിന് ഇനി അധികം സമയം വേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകാന്ത്, ഈ കോക്പിറ്റ് വോയിസ് റെക്കോർഡ്, ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് എത്ര സമയം എടുക്കും? അതിൻ്റെ കൃത്യമായ സമയം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അത് ഇന്ന് ഇത് വീണ്ടെടുക്കാൻ സാധിച്ചു എന്നും അതിൻ്റെ പരിശോധന തുടങ്ങി എന്നുമുള്ള വാർത്താക്കുറിപ്പ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ സമയം സംബന്ധിച്ച് കൃത്യമായ വിവരം ഇനിയും പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഇത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി പരിശോധനകൾ നടത്തും എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇവിടെ തന്നെയാണ് അതിൻ്റെ പരിശോധനകൾ നടക്കാൻ പോകുന്നത്. അത് ഈ മേഖലയുമായി ബന്ധമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി അത് കൃത്യമായി പറയാൻ സാധിക്കും. ഒരുപക്ഷേ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്താക്കുറിപ്പ് പ്രകാരം ഇതിൻ്റെ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നാണ് ഇത് വീണ്ടെടുക്കാൻ സാധിച്ചത് എന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. യെസ് ശ്രീകാന്ത്, അഹമ്മദാബാദ് വിമാന അപകടത്തെ പറ്റിയുള്ള അന്വേഷണത്തിൽ നിർണായക ചുവടുവയ്പ്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വീണ്ടെടുത്തു. അപകട കാരണം കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.